ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. തൊഴിൽ തേടി വന്ന അന്യസംസ്ഥാനക്കാർ വരെ തിരിച്ചുപോയി തുടങ്ങി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി അത്രയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ മേഖലയിലെ 10,000 പട്ടിണിയിലേക്ക് നീങ്ങും. ഇതിനെതിരെയുള്ള സമരപരിപാടികൾ ആരംഭിച്ചു. പ്രധാന വാർത്തകളിലേക്ക്. +2 അഴിമതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിവീശി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടനെ നടപ്പിലാക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടത്തല മോഹനൻ. നിർമ്മാണ മേഖലയിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ തൊഴിലാളി കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടില്ലെന്ന് നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതി കൺവീനർ KV ജോസ്. വാർത്തകൾ വിശദമായി. +2 അഴിമതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി ABVP പ്രവർത്തകർ നടത്തിയ DDE ഓഫീസ് മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തിവീശി. സംഭവത്തിൽ 9 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. +2 അഴിമതി കേസിൽ ആരോപണ വിധേയനായ മന്ത്രി PK അബ്ദുറബ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ കോഴിക്കോട് DDE ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ സംഘർഷം. മുതലക്കുളത്ത് നിന്നും പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ DDE ഓഫീസിന് മുമ്പിൽ പോലീസ് തീർത്ത ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് ചിതറിയോടിയ പ്രവർത്തകർ പോലീസിനു നേരെ കല്ലെറിഞ്ഞു. 9 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ABVP പ്രവർത്തകർ നടത്തിയ മാർച്ചും സംഘർഷത്തിലാണ് കലാശിച്ചത്. നിർമ്മാണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ 25,000-ഓളം വരുന്ന തൊഴിലാളി കുടുംബങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടാണെന്ന് നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ KV ജോസ്. തൊഴിലും ക്ഷേമനിധിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയമുള്ളവരെ, ക്ഷേമനിധിയും തൊഴിലും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലും ക്ഷേമനിധിയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ തൊഴിലാളികൾ വ്യാഴാഴ്ച കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടുക, ക്ഷേമനിധിയിൽ നിന്ന് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, വിദ്യാഭ്യാസ ആനുകൂല്യം യഥാസമയം ലഭ്യമാക്കുക, മരണാനന്തര ധനസഹായം വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു വിവിധ തൊഴിലാളി സംഘടനകളടങ്ങിയ സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കലക്ടറേറ്റ് പരിസരത്ത് സമാപിച്ചു. സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ KV ജോസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നപരിഹാരത്തിനായി സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ 25,000-ഓളം വരുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്കാണ് എത്തി നിൽക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഏകദേശം 8,000-ഓളം ചിലവാണ്.
അവിടെ നിശ്ചലമാണ്. അതുപോലെ മറ്റെല്ലാ അംഗങ്ങളെ അതിൽ നിന്ന് പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോ നടപ്പാക്കി വരുന്നത്. നമ്മുടെ തൊഴിൽ മന്ത്രി, തൊഴിൽ വകുപ്പ് ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറ്റകരമായ രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടന്ന സമരത്തിൽ CITU, AITC, INTUC, BMS, HMS, STU എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നുണ്ട്. PK മുകുന്ദൻ അധ്യക്ഷനായിരുന്നു. KG പങ്കജക്ഷൻ, അഡ്വക്കേറ്റ് M രാജൻ, T പരമേശ്വരൻ, അഡ്വക്കേറ്റ് MP സൂര്യനാരായണൻ, PT രാജൻ, മനയത്ത് ചന്ദ്രൻ, AP പ്രകാശൻ, അബ്ദുൾ റസാഖ്, VP കുഞ്ഞികൃഷ്ണൻ, K ചന്ദ്രൻ എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. NGO അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ബ്രാഞ്ച് സമ്മേളനം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടത്തല മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടനെ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള NGO അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ബ്രാഞ്ചിന്റെ 40ാം വാർഷിക സമ്മേളനം ടൗൺ ഹാളിലാണ് സംഘടിപ്പിച്ചത്. NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടത്തല മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ NGO അസോസിയേഷന് കഴിഞ്ഞെങ്കിലും ജീവനക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 10ാം ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം നടന്നിട്ടും ടേംസ് ഓഫ് റെഫറൻസ് ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച ചെയ്യാൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ തയ്യാറായിട്ടില്ലെന്നും ശമ്പള പരിഷ്കരണം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും ജനാധിപത്യം പൂത്തുലയുന്ന അസുലഭമായ നിമിഷങ്ങൾക്ക് എല്ലാ വർഷവും നമ്മൾ സാക്ഷിയാവും. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K ദിനേശൻ അധ്യക്ഷത വഹിച്ചു. സെറ്റോ ജില്ലാ ചെയർമാൻ V അബ്ദുൾ റസാഖ്, ജില്ലാ പ്രസിഡന്റ് MA ഖാദർ, ജില്ലാ സെക്രട്ടറി NP ബാലകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P വിനയൻ, M പ്രകാശൻ, NC സുനിൽകുമാർ, M വാസന്തി, ജോസഫ് തോമസ്, MT മധു, M ഷിബു, ശശികുമാർ കാവാട്ട്, K രഞ്ജിത്ത് ചേമ്പാല എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നവ ഉദാരവൽക്കരണ നയം ഉപേക്ഷിക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗസറ്റഡ് ജീവനക്കാർ കളക്ടറേറ്റ് മാർച്ച് നടത്തി. KGOA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KM ദിലീപ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, വിലക്കയറ്റം തടയുക, സിവിൽ സർവീസ് സംരക്ഷിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നവ ഉദാരവൽക്കരണ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KGOA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ KM ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ശമ്പളം പരിഷ്കരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പേരിൽ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ആ കമ്മീഷന് കാലാവധിയായി നൽകിയത് 6 മാസമായിരുന്നു. 6 മാസം ആ കമ്മീഷന് കാലാവധി നൽകിയപ്പോൾ ആ കമ്മീഷൻ ഒരു പ്രവർത്തനവും നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് നമ്മുടെ മുമ്പിലുള്ളത്. ജില്ലാ സെക്രട്ടറി K സുധാകരൻ, ജില്ലാ പ്രസിഡന്റ് KM തോമസ്, MK രാജൻ, C സുലൈമാൻ, KC രാമചന്ദ്രൻ, CK ശ്രീധ എന്നിവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പൂനെയിൽ നിന്നും എത്തി കേരളത്തിലെ വിഖ്യാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായി മാറിയ ശരത് ചന്ദ്ര മറാഠെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ട് ഒരാണ്ട്. കോഴിക്കോട്ടെ സംഗീതാസ്വാദകരുടെ പ്രിയമായിരുന്ന മറാഠെയുടെ പേരിൽ ഒരു മ്യൂസിക് അക്കാദമി എന്ന ശിഷ്യരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. അനുസ്മരണത്തിലേക്ക്. പൂനെയിലെ സിദ്ധേശ്വരിൽ ജനിച്ച ശരത്ചന്ദ്ര മറാഠെ പ്രശസ്ത സംഗീതജ്ഞനായ വിഷ്ണു ദിഗംബർ, പുലുസ്കർ, വിനായക് റാവു, പഡ്വർദ്ധൻ, മൻഹർജി ബർവ തുടങ്ങിയവരുടെ പ്രഥമ ശിഷ്യനാണ്. റാം മറാഠെ, ശരത്ചന്ദ്ര അൽഹോക്കർ തുടങ്ങിയവർ സഹപാഠികളായിരുന്നു. പൂമുള്ളിമന രാമൻ നമ്പൂതിരിപ്പാടിനെ സംഗീതം പഠിപ്പിക്കാൻ കോഴിക്കോട്ടെത്തിയ അദ്ദേഹം ഹിന്ദുസ്ഥാനി സംഗീതത്തിന് പുതിയൊരു ശിഷ്യപരമ്പരയെ സമ്മാനിച്ചു. G അരവിന്ദനും ആർട്ടിസ്റ്റ് നമ്പൂതിരിയും AT ഉമ്മറും ഉഷാരവിയും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ശിഷ്യപരമ്പര വലുതാണ്. പവിത്രന്റെ ദേശീയ അവാർഡ് നേടിയ ഉപ്പ് എന്ന ചലച്ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചതും മറാഠെ തന്നെയായിരുന്നു. സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. പ്രസാദാത്മകമായിരുന്നു മറാഠെ കച്ചേരികളുടെ മുഖമുദ്ര. കാൽപ്പനികതമുറ്റിയ നാടോടി പാരമ്പര്യം, അന്തർലീനമായ ശുദ്ധ സവേരിക്ക് സമാനമായ രാഗ് ദുർഗയായിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടരാഗം. ഗോളിയോർ, കിരാന ഘരാനകൾ ഇഴചേർന്ന ആലാപന ശൈലിയാണ് അദ്ദേഹം അവലംബിച്ചിരുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചേരി നടത്തിയ മറാഠെ ഒരു കാലത്ത് ആകാശവാണിയിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു.
കോഴിക്കോട്ട് മറാഠയുടെ പേരിൽ ഒരു മ്യൂസിക് അക്കാദമി എന്ന ശിഷ്യരുടെ സ്വപ്നമാണ് ഇപ്പോഴും സാക്ഷാത്കരിക്കപ്പെടാതെ കിടക്കുന്നത്. വാർത്തകളിൽ ഇടവേള. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. റംസാൻ ഓണം ഖാദി മേള. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പോൾ ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ചേവായൂർ മലാപ്പറമ്പ് റോഡിൽ ചേവരമ്പലത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി വൻ ഗർത്തം രൂപപ്പെട്ടു. 1.25 മണിക്കൂറോളം തുടർന്ന ജലപ്രവാഹത്തിൽ 20 മീറ്ററോളം റോഡ് തകർന്ന് ഗതാഗതം സ്തംഭിച്ചു. വീടുകളിലും കടകളിലും വെള്ളം കയറി. പൈപ്പ് മാറ്റി സ്ഥാപിച്ച് പമ്പിംഗ് പുനരാരംഭിക്കാനുള്ള പ്രവൃത്തികൾ നടക്കുകയാണ്. ചേവരമ്പലം അങ്ങാടിയിൽ കാലിക്കറ്റ് സിറ്റി ബാങ്കിന് മുൻവശത്താണ് 700 mm ചുറ്റളവുള്ള കാസറ്റ് അയൺ പൈപ്പ് 6 മീറ്ററോളം നീളത്തിൽ പൊട്ടിയത്. 2 ആളോളം ഉയരത്തിൽ ചീറ്റിയ വെള്ളം സമീപത്തെ വീടുകളും കടകളും മലിനമാക്കി. 6ഓളം വീടുകളിലെ കിണർ വെള്ളം ഉപയോഗശൂന്യമായി. 2.5 മീറ്ററോളം താഴ്ചയിലുള്ള പൈപ്പിൽ നിന്ന് മണ്ണും കല്ലും ചെളിയും കലർന്നതായിരുന്നു വെള്ളം ഒഴുകിയത്. വെള്ളിപ്പറമ്പ് ജലസംഭരണിയിൽ നിന്നും മലാപ്പറമ്പ് ജലസംഭരണിയിലേക്കുള്ള പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേവരമ്പലം ജംഗ്ഷന് സമീപം വരെ ഒഴുകിയെത്തിയ വെള്ളം പിന്നീട് തൊട്ടിൽ പീടിക, തൊണ്ടയാട് റോഡുകളിലേക്കും ഒഴുകിയെത്തി. പൊട്ടലുണ്ടായി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നാക്കാനായി തൊഴിലാളികൾ എത്തിയെങ്കിലും കൌൺസിലർ അനിതാ കൃഷ്ണനുണ്ണിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രവൃത്തികൾ തടഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം പ്രവൃത്തി നടത്തിയാൽ മതിയെന്നായിരുന്നു അവരുടെ പക്ഷം. 3 വർഷം മുൻപ് സ്ഥാപിച്ച പൈപ്പാണിതെന്നും 25 വർഷം വരെ കാലാവധി പറഞ്ഞ പൈപ്പ് പൊട്ടിയതിനു പിന്നിലെ അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലത്തെത്തിയതോടെയാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. രാത്രിയോടെ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കി. വ്യാഴാഴ്ച പമ്പിംഗ് പുനരാരംഭിക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും വ്യാഴാഴ്ചയും പ്രവൃത്തികൾ തുടർന്നു. പമ്പിംഗ് പുനരാരംഭിച്ചില്ലെങ്കിൽ നിരവധി വീടുകളിലെ കുടിവെള്ളം മുടങ്ങും. വ്യാഴാഴ്ചയോടെ പമ്പിംഗ് പുനരാരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പൈപ്പ് പൊട്ടിയതിനു പിന്നിലെ കാരണം അന്വേഷിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. പെരുമണ്ണ വില്ലേജിലെ ഇളമനപ്പാടം അരമ്പക്കുന്നിന്റെ തെക്കേ പാർശ്വമിടിഞ്ഞ് 2 വീടുകൾ അടിയിൽപ്പെട്ടു. അപകടത്തിൽ കുറ്റിയിൽത്തൊടി TK റിയാസിന്റെയും KV കാഞ്ചനയുടെയും വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. മണ്ണിനടിയിലായ 2 കുട്ടികളെ അത്ഭുതകരമായാണ് രക്ഷപ്പെടുത്തിയത്. അനധികൃതമായ കുന്നിടിക്കലാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുന്നിടിഞ്ഞ് വീടുകൾ തകർന്നു. പെരുമണ്ണ വള്ളിക്കുന്ന് വടക്കൻ അരിമ്പക്കുന്നാണ് പുലർച്ചെ ഇടിഞ്ഞത്. അപകടത്തിൽ കുറ്റിയാൽത്തൊടി TK റിയാസിന്റെയും KV കാഞ്ചനയുടെയും വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. 8 മാസം പ്രായമുള്ള കുഞ്ഞടക്കം വീട്ടിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അനിയന്ത്രിതവും അശാസ്ത്രീയവുമായ മണ്ണെടുപ്പ് മൂലം ഇവിടെ പലതവണ മണ്ണിടിഞ്ഞിരുന്നു.
കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ പരാതിയിൽ വീടുകൾക്ക് അപകടകരമായ രീതിയിലുള്ള മണ്ണെടുത്തു മാറ്റുവാൻ തഹസിൽദാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഈ അനുമതിയുടെ മറവിൽ മണ്ണെടുപ്പും കല്ലുവെട്ടും തുടരുകയായിരുന്നു. ഇരുവിഭാഗവും തമ്മിൽ ഉടമസ്ഥാവകാശത്തിനു വേണ്ടി കേസ് നടക്കുന്ന സ്ഥലത്താണ് അധികൃതരുടെ മൗനാനുവാദത്തോടെയുള്ള മണ്ണെടുപ്പ്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് കുന്നിടിഞ്ഞത്. കാഞ്ചനയുടെ വീടിന്റെ അടുക്കള ഭാഗവും കുളിമുറിയുമാണ് തകർന്നത്. വലിയ ചെങ്കല്ലുകളുടെ വീഴ്ചയുടെ ആഘാതത്തിൽ കോൺക്രീറ്റ് ബീമുകളും തകർന്നു. കാഞ്ചനയുടെ ഭർത്താവ് വേലായുധനും മകൻ അഖിലേഷിനും ഭാര്യ സോണിയയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ ചുമരുകൾ പൂർണ്ണമായും വിടൽ വീണു. സ്ലാബിന്റെ ബീമുകൾ തകർന്നതിനാൽ വീട് ഉപയോഗശൂന്യമാണ്. റിയാസിന്റെ കിടപ്പുമുറിയാണ് ആദ്യം തകർന്നത്. തൊട്ടിലിൽ കിടക്കുകയായിരുന്ന 8 മാസം പ്രായമുള്ള മകൻ സയാൻ, റിദാൻ, ഭാര്യ ഷെരീഫ എന്നിവരുടെ ദേഹത്തേക്കാണ് ചുമരിടിഞ്ഞു വീണത്. വാതിൽ തുറന്ന് രക്ഷപ്പെട്ട ഷെരീഫയും അഖിലേഷും ചേർന്നാണ് തകർന്ന ചുമരിനടിയിൽ കുടുങ്ങിയ ഭർത്താവിനെയും മക്കളെയും രക്ഷപ്പെടുത്തിയത്. സമീപത്തെ വീടുകൾക്ക് അപകടകരമായ രീതിയിൽ മണ്ണെടുപ്പിനെതിരെ കാഞ്ചന പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതും നിർബാധം നടക്കുന്ന മണ്ണെടുപ്പ് റവന്യൂ അധികൃതർ തടയാതിരുന്നതുമാണ് അപകടത്തിനിടയാക്കിയത്. തഹസിൽദാർ റോഷ്നി നാരായണൻ, അസിസ്റ്റന്റ് തഹസിൽദാർ എ അയ്യപ്പൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ദിനേശ് പെരുമണ്ണ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പുരുഷോത്തമൻ, വില്ലേജ് ഓഫീസർ സി ഉഷ തുടങ്ങിയവർ സ്ഥലത്തെത്തി. ഗ്രാമപഞ്ചായത്തും റവന്യൂ അധികൃതരും വീട്ടുകാർക്ക് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇരു വീട്ടുകാരെയും മറ്റൊരു വീട്ടിലേക്ക് മാറ്റി. ഗാസയ്ക്ക് ഐക്യദാർഢ്യവുമായി ഹിരോഷിമ ദിനാചരണം. യുദ്ധവിരുദ്ധ പ്രതിജ്ഞയും ഐക്യദാർഢ്യ റാലികളും തീർത്താണ് ഹിരോഷിമ ദിനം നാടെങ്ങും ആചരിച്ചത്. കല്ലായിപ്പുഴയിൽ പ്രതീകാത്മകമായി കടലാസ് തോണി ഇറക്കിയാണ് ടെക്നിക്കൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടെക്ഫെഡ് ഹിരോഷിമ ദിനം ആചരിച്ചത്. ടെക്നിക്കൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ടെക്ഫെഡിന്റെ നേതൃത്വത്തിലാണ് കല്ലായിപ്പുഴയിൽ പ്രതീകാത്മകമായി കടലാസ് തോണി ഇറക്കി ഹിരോഷിമ ദിനം ആചരിച്ചത്. MSF സംസ്ഥാന പ്രസിഡന്റ് ടി പി അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. KURDFC ചെയർമാൻ കെ മൊയ്തീൻ കോയ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ചെയർമാൻ നിഷാദ് കെ സലീം അധ്യക്ഷം വഹിച്ചു. ജില്ലാ പുഴ സംരക്ഷണ ഏകോപന സമിതി ജനറൽ കൺവീനർ ഫൈസൽ പള്ളിക്കണ്ടി, PP നസീർ, സുജിത് ഖാൻ, ഇ മുജീബ്, മുനീർ മരക്കാർ, PM ഇജാസ്, KP മുനീർ, PK ഇർഷാദ്, ഫവാസ് പനയത്തിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലയുടെ കായിക മേഖലയുടെ അമരത്ത് ദീർഘനാൾ സേവനം ചെയ്ത CC അഗസ്റ്റിന്റെ സ്മരണയിൽ കായിക പ്രേമികൾ ഒത്തുകൂടി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ, ജില്ലാ വെറ്ററൻ അത്ലറ്റിക് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം. ജില്ലയുടെ കായിക മേഖലയുടെ അമരത്ത് ദീർഘനാൾ സേവനം ചെയ്ത CC അഗസ്റ്റിന്റെ സ്മരണയിൽ കായിക പ്രേമികൾ ഒത്തുകൂടി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ, ജില്ലാ വെറ്ററൻസ് അത്ലറ്റിക് അസോസിയേഷൻ കായിക പ്രേമികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഗസ്റ്റിൻ അനുസ്മരണ സമ്മേളനം നടത്തിയത്. 29 വർഷം ദേവഗിരി കോളേജിലെ കായിക വകുപ്പ് മേധാവിയായും 20 വർഷം ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ ഭാരവാഹിയായും 15 വർഷം സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ ഭാരവാഹിയായും പ്രവർത്തിച്ച അഗസ്റ്റിന്റെ പ്രവർത്തനങ്ങളെ ചടങ്ങ് അനുസ്മരിച്ചു. അന്ന് ദേവഗിരി കോളേജുമായുള്ള ബന്ധം ഇന്നും തുടരുന്നുണ്ട്. ഞങ്ങളുടെ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെ കോഴിക്കോട് വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പഠിക്കുന്ന സമയത്ത്. ഞങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം എന്റെ ശ്രമം മൂലം വാർത്തെടുത്ത കലാപ്രതിഭകളെ പറ്റിയൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് അതിനെപ്പറ്റിയൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ദേവഗിരി കോളേജിന്റെ കായിക രംഗത്ത് ഒരു സ്ഥാനം ഉണ്ടാക്കിക്കൊടുത്തതിൽ അദ്ദേഹത്തിന് പങ്ക് സുദൃഢമാണ്. ജില്ലാ അത്ലറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് ടി സുജൻ അധ്യക്ഷം വഹിച്ചു. മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, അത്ലറ്റിക് കോച്ച് SS കൈമൾ, VK തങ്കച്ചൻ, ജോസ് ജോർജ്, K രാജൻ, VM മോഹനൻ, CC തോമസ്, ഡോക്ടർ സക്കറിയ ജോസഫ്, TH മനോഹരൻ, C ശശിധരൻ, ഭാസി മലാപ്പറമ്പ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗമായ അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തക സുലൈഖ അഷ്റഫ് പരാതിയുമായി രംഗത്ത്. കേരളത്തിൽ സ്ത്രീകളുടെ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുന്ന തന്നെ അഡ്വക്കേറ്റ് നൂർബിന റഷീദ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ 20 വർഷമായി അഗതി അനാഥ സംരക്ഷണവും കുടുംബ പ്രശ്നങ്ങളിലെ ഒത്തുതീർപ്പുകളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന തന്നെ കള്ളക്കേസിൽ കുടുക്കി അപമാനിക്കാനാണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദ് ശ്രമിക്കുന്നതെന്ന് സുലൈഖ അഷ്റഫ് പറഞ്ഞു. താൻ വനിതാ കമ്മീഷൻ അംഗമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെന്ന് അവർ കള്ളപ്രചരണം നടത്തുകയാണ്. വനിതാ കമ്മീഷൻ അംഗമെന്ന നിലയിൽ അഡ്വക്കേറ്റ് നൂർബിനയ്ക്ക് പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നങ്ങളിൽ തന്റെ സംഘടന പരിഹാരം കാണുന്നു എന്നതാണ് അഡ്വക്കേറ്റ് നൂർബിനയെ തനിക്കെതിരെ കള്ളക്കേസുകൾ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. മകളുടെ സ്കൂട്ടറിൽ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചതും തന്നോടുള്ള വൈരാഗ്യത്തിന്റെ ഫലമാണെന്നും അവർ ആരോപിച്ചു. അനാവശ്യമായി തന്നെ വേട്ടയാടുകയും അധികാരം ഉപയോഗിച്ച് തന്റെ പൊതുപ്രവർത്തനം തടയുകയും ചെയ്യുന്നവരെക്കുറിച്ച് അന്വേഷിച്ച് സത്യാവസ്ഥ തെളിയിക്കണമെന്ന് സുലൈഖ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എന്റെ സഹപ്രവർത്തകരായ ആളുകളിൽ ചേർന്ന് പ്രശ്നങ്ങൾ
തീർത്തു കളയുന്നു, തീർത്തു കൊടുക്കുന്നു എന്നതാണ് അഡ്വക്കേറ്റ് നൂർബീന റഷീദിന്റെ പ്രശ്നം. അതിന് അവർ അധികാരം ഉപയോഗിക്കുകയും ഞാനൊരു വ്യാജ പൊതുപ്രവർത്തകയാണെന്ന് പ്രചരിപ്പിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. വാർത്തകൾ തുടരുന്നു. സഞ്ചാരത്തിലൂടെ ലോകത്തിന്റെ മറുകര കണ്ട SK പൊറ്റക്കാടിന്റെ 32ാം ചരമവാർഷികാനുസ്മരണം നടത്തി. SK സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുസ്മരണം ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്തു. സഞ്ചാരത്തിലൂടെ ലോകത്തിന്റെ മറുകര കണ്ട SK പൊറ്റക്കാടിന്റെ 32ാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു. SK സാംസ്കാരിക നിലയത്തിൽ നടന്ന അനുസ്മരണം ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്തു. മലയാളിക്ക് അഭിമാനിക്കാവുന്ന പ്രകാശഗോപുരമാണ് പൊറ്റക്കാടെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം മുഴുവൻ ചുറ്റിയ പൊറ്റേക്കാട് പറഞ്ഞത് വെളുത്ത തൊലിയുള്ളവരുടെ മനസ്സ് കറുത്തതാണെന്നാണ്. ആദ്യ നോവലായ നാടൻ പ്രേമം പരിഭാഷപ്പെടുത്തുന്നതിനായി തന്നെ മുക്കം പ്രദേശങ്ങളിൽ കൊണ്ടുപോയെന്നും എഴുത്തിൽ ദേശത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയ എഴുത്തുകാരനില്ലെന്നും ആർസു സൂചിപ്പിച്ചു. അദ്ദേഹം മൊസംബീക്കിലെ എന്റെ ഈ വീട്ടിൽ നിങ്ങളുടെ രാജ്യത്തിൽ വിളിക്കപ്പെടുന്ന ആളുകൾ അനേക മാർഗങ്ങളായിരിക്കും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ വന്നുകൾക്ക് വലിയൊരു സത്യാഗ്രഹത്തിനായ വിരുന്ന് ഒരുക്കി നടക്കാൻ ചെയ്തു. ഡോക്ടർ വത്സരൻ വാദിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് TV രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പൊറ്റക്കാടിന്റെ മകൾ സുമിത്ര, പൂനൂർ K കരുണാകരൻ, PMV പണിക്കർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. LIC കോർണറിൽ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗാസയിലെ ഇസ്രായേൽ ഭീകരതയ്ക്കെതിരെ കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. LIC കോർണറിൽ നടന്ന ധർണ കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷത്തിലേറെ വരുന്ന ഇസ്രായേൽ സേനയെ ഗാസയുടെ ആകാശത്തിലും ഗാസയുടെ സമുദ്രങ്ങളിലും ഗാസയുടെ കരയിലും വിന്യസിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സേനയുടെ വലിയൊരു മതിലിനകത്ത് ഉപരോധ ഭിത്തിക്കകത്താണ് ഗാസയിലെ ജനങ്ങൾ. അവരുടെ ജീവിതത്തിന്റെ സാധാരണമായ കാര്യങ്ങൾ പോലും നിർവഹിക്കാനാവാത്ത വിധത്തിൽ ഇസ്രായേൽ പട്ടാളക്കാരാൽ വളയപ്പെട്ട ഒരു രാജ്യമായി, ഒരു സമൂഹമായി ഗാസയിലെ പാലസ്തീനികൾ മാറിയിരിക്കുകയാണ്. CV ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. പ്രകാശൻ പേരോത്ത്, KM മോഹൻദാസ്, MM ചന്ദ്രൻ, പരീദ്, മൊയ്തീൻ കോയ, സക്കീന, ജില്ലാ സെക്രട്ടറി മഞ്ഞക്കുളം നാരായണൻ, PV റഷീദ് എന്നിവർ സംസാരിച്ചു. ലുലു ഗോൾഡ് കോഴിക്കോട് പാവമണി റോഡിൽ ഒരുക്കിയ അത്യാധുനിക ഷോറൂം ഞായറാഴ്ച പണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 3 നിലകളിലായുള്ള ഷോറൂമിൽ സ്വർണ്ണാഭരണങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും വാച്ചുകളുടെയും വൈവിധ്യമാർന്ന ശ്രേണി ഒരുക്കിയിട്ടുണ്ട്. 100% BIS ഹാൾമാർക്ക് ചെയ്ത 916 സ്വർണ്ണാഭരണങ്ങൾക്ക് മാത്രമായി ആരംഭിച്ച ലുലു ഗോൾഡിന്റെ പാവമണി റോഡിലെ ഷോറൂം ഞായറാഴ്ച 10 മണിക്ക് പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഷോറൂമിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ വജ്രാഭരണ ശ്രേണിയും രാജ്യാന്തര നിലവാരത്തിലുള്ള വാച്ചുകളുടെ ശേഖരവുമുണ്ട്. ഡയമണ്ടുകൾക്ക് ബൈബാക്ക് ഗ്യാരണ്ടിയും സർട്ടിഫിക്കറ്റ് ഓഫ് ഓതന്റിസിറ്റിയും ഉണ്ടായിരിക്കും. മോഡേൺ, ആന്റിക്, ട്രഡീഷണൽ കളക്ഷനുകൾക്ക് പുറമെ കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ആഭരണങ്ങളും പ്രത്യേകതയാണ്. ഉടൻ തന്നെ കൊച്ചി, ബാംഗ്ലൂർ, മാംഗ്ലൂർ എന്നിവിടങ്ങളിലും ലുലു ഗോൾഡ് ഷോറൂമുകൾ ആരംഭിക്കുമെന്ന് ചെയർമാൻ അബ്ദുറഹ്മാൻ കല്ലായി, മാനേജിംഗ് ഡയറക്ടർ PP അബ്ദുൾ റമീദ്, ജനറൽ മാനേജർ MK അബ്ദുൾ ജബ്ബാർ എന്നിവർ അറിയിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 200ഓളം വരുന്ന വനിതാ അഭിഭാഷകരുടെ പഠന ക്യാമ്പ് ഓഗസ്റ്റ് 9-10 തീയതികളിൽ വെള്ളിമാടുകുന്ന് PMOC ഹാളിൽ വെച്ച് നടക്കും. ക്യാമ്പ് ഹൈക്കോടതി ജഡ്ജി P. ഉബൈദ് ഉദ്ഘാടനം ചെയ്യും. 9 വൈകിട്ട് കോഴിക്കോട് ബാർ അസോസിയേഷൻ നേതൃത്വത്തിൽ കലാസാംസ്കാരിക പരിപാടികൾ നടക്കും. ആദ്യമായാണ് വനിതാ അഭിഭാഷകരുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് കോഴിക്കോട്ട് വെച്ച് നടക്കുന്നതെന്ന് ബാർ കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് K. ജയരാജൻ, അഡ്വക്കേറ്റ് PM നിയാസ് തുടങ്ങിയവർ പറഞ്ഞു. കേരള ഐഡിയൽ എഡ്യൂക്കേഷണൽ സൊസൈറ്റി KIES ഏർപ്പെടുത്തിയ 3ാമത് സ്റ്റേറ്റ് എക്സലൻസ് അവാർഡിന് മുൻ സഹകരണ വകുപ്പ് മന്ത്രി M. കമലവും ന്യൂസ് കേരള പത്രാധിപർ നിസാർ ഒളവണ്ണയും അർഹരായി. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡെന്ന് കോർഡിനേറ്റർ PP ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 16 ശനിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന KIES സിൽവർ ജൂബിലി ആഘോഷവേളയിൽ ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അവാർഡ് സമ്മാനിക്കും. പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച സേവനത്തിന് കോഴിക്കോട്ടെ എലൈറ്റ് കോച്ചിംഗ് സെന്ററും അവാർഡിന് അർഹമായി. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഭാഗമായി ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് പ്രവാസി സംഗമം ഓഗസ്റ്റ് 9 ശനിയാഴ്ച രാവിലെ 9 മുതൽ കോഴിക്കോട് പുതിയറയിലെ ഹോട്ടൽ സ്പാനിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 3 വേദികളിൽ 6 സെഷനുകളിലായി ഉദ്ഘാടന സമ്മേളനം നടക്കും. ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യും. ISSM കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി വിതരണോദ്ഘാടനം MK രാഘവൻ MP നിർവഹിക്കുമെന്നും ISM സംസ്ഥാന സെക്രട്ടറി K. സജ്ജാദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +2 അഴിമതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടനെ നടപ്പിലാക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോട്ടത്തല മോഹനൻ. നിർമ്മാണ മേഖലയിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ തൊഴിലാളി കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടില്ലെന്ന് നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതി കൺവീനർ KV ജോസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.